ഈ ഫൺ ടോക്ക് നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചളി അടിക്കുന്ന ആളുകൾക്ക് മെച്യൂരിറ്റി തീരെ കുറവാണ് എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള വെപ്പുണ്ട്. ഈ ചളിയടി അതേപോലെ തന്നെ ഫൺ ടോക്ക് മെച്യൂരിറ്റി ഇതൊക്കെ തമ്മിൽ എത്രത്തോളം കാര്യമായിട്ടുള്ള കണക്ഷൻ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായിട്ടുള്ള വലിയ ധാരണയൊന്നുമില്ല. പിന്നെ ഈ മെച്യൂരിറ്റിയുടെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതും എനിക്കറിയത്തില്ല. ഇപ്പോൾ ഈ നസ്രിയ ഓവറായിട്ട് ക്യൂട്ട്നെസ് വാരി വിതറുന്നു, അത് പ്രേക്ഷകരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി അറിഞ്ഞുകൊണ്ടിടുന്നതാണ്. എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടിട്ട് എത്രത്തോളം സംസാരിക്കാനായിട്ട് പറ്റും. ഒരു ചെറിയ രീതിയിലൊക്കെ നമുക്ക് കാണാം, ആർട്ടിഫിഷ്യലായിട്ട് ചിലപ്പോൾ ഇൻ്റർവ്യൂസിൽ ആങ്കർമാരൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് എന്നുണ്ടെങ്കിലും ത്രൂ ഔട്ട് ലൈഫിൽ മുഴുവൻ ഇങ്ങനെ ക്യൂട്ട്നെസ് ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് പറ്റത്തില്ല. ഓരോ ആളുകളുടെയും ക്യാരക്ടറുകൾ അതിൻ്റെ വൈവിധ്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നസ്രിയയുടെ ഒപ്പം ഇരിക്കുന്ന ബേസിലിൻ്റെ മെച്യൂരിറ്റി അളക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ബേസിൽ അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റി അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ, അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റിലൂടെ, അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എത്രയധികം സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ അവരുടെ സൗഹൃദങ്ങളിൽ സംസാരിക്കുന്ന ഒരു രീതിയും അതേപോലെ തന്നെ അവരുടെ വർക്കിൻ്റെ ക്വാളിറ്റിയും അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരെടുക്കുന്ന ഡിസിഷൻസിൻ്റെ ക്വാളിറ്റിയും മെച്യൂരിറ്റി ഒന്നും തമ്മിൽ വലിയ കാര്യമായിട്ടുള്ള കണക്ഷൻ ഇല്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കമൻറ്റാണിത്, ഈ മെച്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കമൻറ്റ്. ഞാൻ ഈ ക്യാമറ ഓണാക്കി വെച്ച് ഈ ക്യാമറ ഓഫാക്കുന്നത് വരെ സംസാരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് എൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു സംസാര രീതി അല്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എൻ്റെ കംഫർട്ട് സോണിൽ ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഞാൻ മീഡിയയാണ് പഠിച്ചത്. നമ്മൾ പഠിച്ചെടുത്ത ഒരു പ്രസൻറ്റേഷൻ രീതിയാണ്. വളരെ സിമ്പിളായിട്ട് 10 മിനിറ്റ് കൊണ്ട് ഏറെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വാക്കുകൾ അടുക്കി സംസാരിക്കുമ്പോഴാണ് ഈ ഒരു പ്രസൻറ്റേഷൻ വരുന്നത്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഡ്യൂറേഷൻ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ചുമ്മാ അങ്ങനെ അടിക്കും. അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് തെറ്റുകുറ്റങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാറുമില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ പുറത്തുള്ള ഒരു വ്യക്തി എന്നെ കാണുന്ന സമയത്ത് എൻ്റെ സംസാര രീതി വെച്ചിട്ട് എൻ്റെ മെച്യൂരിറ്റി അളക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പരാജയമായിരിക്കും. പലപ്പോഴും പല ആളുകൾ അങ്ങനെയുള്ള കമൻറ്റുകൾ പറഞ്ഞിട്ട് എന്നെ വിഷമിപ്പിക്കാറുണ്ട്. ഞാനിപ്പോൾ ഏറെ ഇടപെടുന്നത് എന്നെക്കാളിലും വളരെയധികം പ്രായം കുറഞ്ഞ ആളുകളുമായിട്ടും അതേപോലെ തന്നെ എന്നെക്കാളിലും വളരെയധികം പ്രായം കൂടിയ കുറച്ച് ആളുകളുമായിട്ടാണ്. ഞാൻ ഇതിൻ്റെ മിഡിലിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് രണ്ട് ആ ഒരു കൂട്ടരുടെ ഒരു വൈബും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാണ്ട് വരുന്നുണ്ട്. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എന്നാൽ ചില ആളുകൾ പറയും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ്, ഇവിടെ അങ്ങനെയല്ല. അതേപോലെ എന്നെ വിഷമിച്ച മറ്റൊരു കമൻറ്റ് പറയാം. ഞാൻ ഓർത്തപ്പം അങ്ങ് പറയുകയാണ്, നിങ്ങൾ വാ തുറന്നു കഴിഞ്ഞാൽ പോയി, നിങ്ങൾ നേരിട്ട് കാണുന്ന സമയത്ത് വാ തുറന്നു കഴിഞ്ഞാൽ പോയി എന്നൊക്കെ ആളുകൾ എന്നോട് പറഞ്ഞ് വിഷമിപ്പിക്കാറുണ്ട്. കാരണം നമ്മൾ വളരെ കൂളായിട്ട് ഈ നേരിട്ട് കാണുന്ന സദസ്സുകളിൽ വളരെ നാച്ചുറലായിട്ട് പെരുമാറുന്ന സമയത്ത് യൂട്യൂബിലേതുപോലെയുള്ള അടുക്കി വെച്ച വാക്കുകളുടെ ആവശ്യം ഉണ്ടാവില്ല. ഞാനത് ശ്രദ്ധിക്കാറുമില്ല. അപ്പം അങ്ങനെ വാ തുറന്നു കഴിഞ്ഞാൽ പോകുന്നതാണ് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി എന്നുണ്ടെങ്കിൽ അതും വലിയ പ്രശ്നമാണ്. അങ്ങനെ പോകുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെക്കട്ടെ എന്ന് വിചാരിക്കും. ഇവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കേണ്ടത്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സിറ്റുവേഷനെ മനസ്സിലാക്കുക, സിറ്റുവേഷന് വേണ്ടതുപോലെ സംസാരിക്കുക. ഇപ്പം ഞാൻ ഈ ഒരു പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് സംസാരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാ ആളുകൾക്കും കേൾക്കാൻ പറ്റുന്ന പാകത്തിനുള്ളതാണ്. എൻ്റെ ഫ്രണ്ട്സിനിടയിൽ ഇങ്ങനെ എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് ആ ഒരു സിറ്റുവേഷനും കോണ്ടെക്സ്റ്റിനും വേണ്ട ഒരു രീതിയിലേക്കാണ് അവലംബിക്കേണ്ടത്. അവിടെ പോയി ഇതുപോലെ അച്ചടി ഭാഷ സംസാരിച്ചു കഴിഞ്ഞാൽ, അടുക്കി വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് ബോറിംഗ് ആയിരിക്കും. അവർക്കത് കേൾക്കാനായിട്ട് ഒരു രസം ഉണ്ടാവില്ല. അതേപോലെ തന്നെ അവിടെ ഞാനായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 ഫ്രണ്ട്സ് സെലിബ്രിറ്റികളാണെങ്കിൽ അവരൊന്നിച്ചിരുന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അവരൊറ്റയ്ക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് പോലെ ആവാനായിട്ടുള്ള സാധ്യതയില്ല. അത് അവരുടെ സൗഹൃദ സദസ്സാണ്. ആ ഒരു സൗഹൃദ സദസ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഒരു മൂഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആളൊരു ബെസ്റ്റ് ഇൻ്റർവ്യൂവർ ആണ് എന്ന് പറയാൻ പറ്റും.